എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും ബഹുമാന്യരായ അധ്യാപകർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമുക്കൊന്നും പരസ്പരം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാനും കളിക്കാനും കൂട്ടുകൂടാനും ഒന്നും കഴിയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ഈ പ്രതിസന്ധികൾക്കിടയിലും ഓൺലൈനായി നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ മേയർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പ്രതിസന്ധിയുടെ അക്കാഡമിക് വർഷത്തിലും കൊച്ചി നഗരസഭ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും കൊച്ചി നഗരസഭയുടെ ഈ അധ്യയന വർഷത്തേക്കുള്ള ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വിദ്യാലയ വർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. അറിവിന്റെ അക്ഷര വെളിച്ചം തേടി ലക്ഷക്കണക്കിന് കുട്ടികൾ അത്ഭുതവും ആകാംക്ഷയും കൗതുകവും ഓളം വെട്ടുന്ന മിഴികളുമായി കാലവർഷത്തിന്റെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് എത്തേണ്ട ഒരു സുദിനം. പക്ഷെ എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് COVID-19 എന്ന വില്ലൻ നമ്മെ പിന്തുടരുകയാണ്. ആഗോളതലത്തിൽ കോവിഡ് വരുത്തിയ കെടുതികൾ ചെറുതല്ല. മാനവരാശിയുടെ ചര്യകളെ മുഴുവൻ മാറ്റിമറിച്ചു. അനേകം കുടുംബങ്ങളുടെ ജീവിത വഴിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് ജൈത്രയാത്ര നടത്തുന്ന ഈ മഹാമാരിയുടെ പിടിയിലമരാതെ തികച്ചും സുരക്ഷിതരായി വീട്ടിനുള്ളിൽ കഴിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഈ അവസരത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളുടെ വീട്ടകങ്ങളിലേക്ക് നേരിട്ടെത്തുകയാണ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ. നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കാൻ, വീടൊരു വിദ്യാലയമാക്കാൻ, അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നമുക്കൊരുങ്ങാം, ഒപ്പം കൂടാം. മാസ്ക് ധരിച്ചും ശാരീരിക അകലം പാലിച്ചും കൈകൾ സോപ്പിട്ട് കഴുകിയും കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാം. നമ്മുടെ വിദ്യാലയങ്ങൾ നിങ്ങളുടെ കാലച്ചുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. അധികം വൈകാതെ നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന ആശംസകളുമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, എറണാകുളം. ഏറെ സന്തോഷം. ഞാൻ ആൻസലം NX AEO എറണാകുളം. 2021-2022 അധ്യയന വർഷം ജൂൺ 1-ാം തീയതി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഈ വർഷവും ഓൺലൈൻ ക്ലാസ് തന്നെയാണ് നമുക്ക് നടത്തുന്നത്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞു കിളിയെ പോലെ അമ്മയുടെ ചിറകിനടിയിൽ നിന്ന് പറന്നുയരാൻ, അറിവിന്റെ വാതായനങ്ങളിലേക്ക് പറന്നുയരാൻ എത്തുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ഉപജില്ലയിലെ കുട്ടികൾക്കും പ്രത്യേകം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഏറെ പ്രിയങ്കരായ പ്രധാനാധ്യാപകരെ, അധ്യാപക സുഹൃത്തുക്കളെ, PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം പൊതുവിദ്യാലയം, പ്രത്യേകിച്ച് ഈ വർഷം പൊതുവിദ്യാലയത്തിൽ ചേർത്ത കുട്ടികളെ ചേർത്ത മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ സുരക്ഷിതരാണ്. മികവിന്റെ അക്കാദമികമായിട്ട് എല്ലാം മികവ് പുലർത്തുന്ന വിദ്യാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങളായിട്ട് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും 2021-2022 അധ്യയന വർഷം മികവിന്റെ ഒരു വർഷമായി തീരും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സുരക്ഷിതരാണ്. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞിനെ പോലെ നിങ്ങൾ പൊതുവിദ്യാലയത്തിൽ സുരക്ഷിതരായിരിക്കുന്നതിന് യാതൊരു സംശയവുമില്ല. ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. സ്നേഹമുള്ള കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, തോളിൽ കൈയിട്ടും കൈകൾ ചേർത്ത് പിടിച്ച് സ്കൂൾ പടികളിലൂടെയും വരാന്തകളിലൂടെയും കൂട്ടുകാരത്ത് ഓടി നടക്കാൻ കൊതിയോടെ കാതോർത്തിരുന്ന സുദിനമാണ് സ്കൂൾ പ്രവേശനദിനം. എന്നാൽ കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ചുകൊണ്ട് വീടുകളിൽ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുക. ഈ കോവിഡ് മഹാമാരി മൂലം കൂട്ടുകാരെയും അധ്യാപകരെയും കാണാതെ, സ്കൂൾ മുറ്റം പോലും കാണാതെ വെർച്വൽ ക്ലാസ് റൂം ഈ വർഷം ആരംഭിക്കുകയാണ്. ഈ അധ്യയന കാലഘട്ടത്തിൽ നിങ്ങൾക്കുള്ള അറിവും മൂല്യബോധങ്ങളും ഒട്ടും കുറവ് വരാതെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കുവാൻ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം
ഈ പുതിയ അധ്യയന വർഷത്തിന്റെ എല്ലാ ആശംസകളും എൻ്റെ പേര് ആൻമരിയ ബൈജു. ഞാൻ ഫൈസ് ഗേൾസ് ഹൈസ്കൂൾ ഇടപ്പള്ളിയിൽ പഠിക്കുന്നു. ഇത് 2021 പുതിയ അധ്യയന വർഷം. നമുക്ക് കഴിഞ്ഞ അധ്യയന വർഷമായ 2020ലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. വർഷം നമ്മൾ കോവിഡ് കാരണം വീടുകളിൽ നിന്ന് തന്നെയാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ വീടുകളിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിലും നമ്മൾ പഴയതുപോലെ സ്കൂളുകളിൽ ചെന്ന് കൂട്ടുകാരുമൊത്ത് ടീച്ചേഴ്സിനൊപ്പം പഠിക്കുവാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. പ്രിയമുള്ള കുട്ടികളെ, ഏവർക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്വാഗതം. പുത്തനെടുപ്പും പുസ്തകങ്ങളും ബാഗുമേന്തി രക്ഷിതാവിന്റെ കൈപിടിച്ച് കരഞ്ഞും സന്തോഷിച്ചും സ്കൂളിലെത്തുന്ന കുട്ടികളെ താലപ്പൊലിയുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ മധുരവുമായി കാത്തു നിൽക്കുന്ന അധ്യാപകരെയുമാണ് ഈ ദിനത്തിൽ നമുക്കെല്ലാം ഓർമ്മ വരുന്നത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. കോവിഡ് മഹാമാരി മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. കഴിഞ്ഞ ഒരു വർഷമായി നൂതന സാങ്കേതിക വിനിമയ സംവിധാനങ്ങളുടെ സഹായത്തോടെ അധ്യാപകരെയും കൂട്ടുകാരെയും കാണാതെയും സംസാരിക്കാതെയും അധ്യയനം മുന്നോട്ട് കൊണ്ടുപോയ നമുക്ക് ഇനിയും കുറച്ചു കാലം കൂടി ഇതുപോലെ പഠനം തുടരേണ്ടതായി വരും. കുട്ടികളെ, നിങ്ങൾ ഫസ്റ്റ് ബെൽ ക്ലാസുകൾ കാണുകയും അധ്യാപകർ നൽകുന്ന തുടർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിവാരണം നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ സർക്കാരിനോടൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയുമുണ്ട്. കൂടാതെ ഈ ഉദ്യമത്തിന് LSGകളുടെയും PTA, SMC, SMDC, വിദ്യാഭ്യാസ പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക. വീടുകളിൽ തന്നെ കഴിയുക. വളരെ പെട്ടെന്ന് തന്നെ ഈ അവസ്ഥയെല്ലാം മാറി സ്കൂളിൽ വരാനും കൂട്ടുകാരെയും അധ്യാപകരെയും കാണാനും വിദ്യാഭ്യാസം നടത്താനും കഴിയും എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ആൻഡ്രീസ് ബൈജു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ 8ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിൽ വന്ന് ചേർന്നത്. 7ാം ക്ലാസ് വരെ മേരിമാത പബ്ലിക് സ്കൂൾ തൃക്കാക്കരയിലാണ് പഠിച്ചിരുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നാകണമെന്ന് അധ്യാപികയായ എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മ തിരഞ്ഞെടുത്തത് അമ്മ പഠിച്ചിരുന്ന ഈ സ്കൂൾ തന്നെയായിരുന്നു. 7ാം ക്ലാസ് വരെ മേരിമാതയിൽ പഠിച്ചിരുന്ന എനിക്ക്
ഈ സ്കൂളിൽ കടന്നു വരാൻ വളരെ പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സ്കൂളിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഞാൻ എൻ്റെ അധ്യാപകരുമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള പേടിയൊക്കെ മാറി തുടങ്ങി. അധ്യാപകരുടെ സ്നേഹത്തോടുള്ള സംസാരം കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു. എങ്ങനെയെങ്കിലും സ്കൂളുകൾ ഒന്ന് തുറന്ന് എൻ്റെ അധ്യാപകരെ കാണുവാൻ ഞാൻ പലവട്ടം ആഗ്രഹിച്ചിരുന്നു. എന്തു ചെയ്യാം, എനിക്ക് ഈ അധ്യാപകരുടെ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി. പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അധ്യാപകരെയാണ് കൂട്ടുകാരായി കണ്ടിരുന്നത്. അത്രയ്ക്കും സ്നേഹമായിരുന്നു എനിക്ക് എൻ്റെ അധ്യാപകരോട്. ഈ വരുന്ന അധ്യയന വർഷത്തിലെങ്കിലും കൂട്ടുകാരോടും അധ്യാപകരോടുമൊത്ത് പഠിച്ചും കളിച്ചും രസിച്ചും പഠനം സാധ്യമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ അധ്യാപകർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ, മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ, എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ. തേരാറ്റിൻ തീരത്തെ പമ്പയാറ്റിനോരത്തെ പൂന്തോപ്പിൽ മങ്കാവിൽ നാളികേരത്തോട്ടത്തിൽ തത്തി തത്തി പോകും പൂങ്കാറ്റേ, രുചികൾ പടരും മരുതപ്പാട്ടിൻ നീട്ടുകൾ മൂളിത്താ. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്, പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം Friends, I am Devnandi KB. I was studying in 8th. My class teacher was Nidamis. An unexpected guest, coronavirus, entered into our life and spread as a pandemic. Now we are all under lockdown. The last year we have studied through the online classes in Victor's channel, and in this video I am sharing what all things I have done in the last year. So watch the video. Stay safe, stay home. മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റി ഏതാനും വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡാണ്. എന്റെ കാർഡ് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ക്രിസ്മസ് സാന്റാക്ലോസിനെയാണ്.
കേരളത്തിന്റെ പൈതൃകം മുഖം നോക്കുന്ന ആറന്മുള കണ്ണാടി. നമസ്കാരം, ഞാൻ നന്ദന CS. ഞാൻ 3 വർഷമായി പയസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. നിരവധി സന്തോഷകരമായ അനുഭവങ്ങൾ എനിക്ക് സ്കൂളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ടീച്ചർമാരുടെ സ്നേഹവും കൂട്ടുകാരോടൊപ്പമുള്ള കളിയും ചിരിയും എല്ലാമായി രസകരമായിരുന്നു ആ ദിവസങ്ങൾ. സ്കൂളിലെ ആഘോഷ ദിവസങ്ങളായ പയസ് ദിനത്തിലും ഓണാഘോഷ ദിനത്തിലും ക്രിസ്മസ് ദിനത്തിലുമെല്ലാം ഒച്ചയും ബഹളവുമായി ഉത്സവ പ്രതീതിയായിരുന്നു സ്കൂളിൽ. സ്കൂളിലെ ഹോക്കി, കരാട്ടെ തുടങ്ങിയവയുടെ കോച്ചിങ്ങിലൂടെ ഞങ്ങളുടെ ഉള്ളിലെ കഴിവിനെ വളർത്തിയെടുക്കാൻ സാധിച്ചു. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിലെ ആന്റിയുടെ വിഭവങ്ങളെല്ലാം വളരെ രുചികരമായിരുന്നു. ടീച്ചർമാരുടെ എല്ലാ കാര്യത്തിലുമുള്ള പിന്തുണ ഞങ്ങളെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സഹായിച്ചു. ഞാൻ എന്റെ സ്കൂൾ ജീവിതം വളരെ നന്നായി ആസ്വദിക്കുന്നു. ഉടൻ തന്നെ സ്കൂൾ തുറന്ന് നമുക്കെല്ലാവർക്കും സ്കൂളിൽ ഒത്തുചേരാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.